Welcome to Spark Tuitions. My name is Shaira Slithin. Today we are going to discuss about Chapter 1 GST Part 3 Problems. Questions-ലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാമേ. First term wholesaler. A person or company that sells goods in large quantities at low prices, typically to retailers. നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ടേം തന്നെയാണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. ബൾക്ക് ആയിട്ട് പ്രൊഡക്ട്സ് വിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോൾസെയിലർ എന്ന് വിളിക്കുക. അങ്ങനെ ബൾക്ക് ആയിട്ട് പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ലോ പ്രൈസിനാണ് കിട്ടുക അല്ലെ? അതാണ് ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ലോ പ്രൈസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേറൊരു കാര്യം എന്താ? നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്ട്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? സാധാരണക്കാരനായ ഒരാൾക്ക് ബൾക്കായിട്ട് പ്രൊഡക്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ ആരായിരിക്കും ബൾക്കായിട്ട് പ്രൊഡക്ട്സ് വാങ്ങുക? റീസെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ അല്ലെ, അല്ലെങ്കിൽ റീസെയിൽ ചെയ്യുന്ന ആളാണ് നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും. അങ്ങനെ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്ന റീസെയിൽ ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റീറ്റെയിലർ എന്ന് വിളിക്കുന്നു. A person or company that sells goods to the public in relatively small quantities. എന്തുകൊണ്ടാണ് റിലേറ്റീവ്ലി സ്മോൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാധാരണക്കാരന്റെ ഒരു വീട്ടിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലാർജ് ക്വാണ്ടിറ്റീസ് പ്രൊഡക്ട്സ് വാങ്ങി വെക്കാറില്ല. അതായത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റീസ് ഒരു മാക്സിമം 1 മന്തിലേക്കുള്ളതല്ലേ നമ്മൾ വാങ്ങി വെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റണം. അത് എവിടെ നിന്ന് കിട്ടുള്ളൂ? റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീറ്റെയിലർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ടേം കസ്റ്റമർ. എ പേഴ്സൺ ഹു ബൈസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം എ ഷോപ്പ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കസ്റ്റമേഴ്സ് ആണ് അല്ലെ? കസ്റ്റമറിനെ നമ്മൾ കൺസ്യൂമർ എന്നും എൻഡ് യൂസർ എന്നും പറയാറുണ്ട്. ആൻഡ് റീറ്റെയിലർ ആണ് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് റീറ്റെയിലർ ഹോൾസെയിലർക്കാണ് പേ ചെയ്യുക അല്ലെ? അവിടെ വരുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇൻപുട്ട് ടാക്സ്. ഹിയർ ഇൻപുട്ട് GST. ഓക്കെ, ആൻഡ് റീറ്റെയിലർ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആരാണ് പേ ചെയ്യുന്നത്? കസ്റ്റമർ ആണ് റീറ്റെയിലറിന് പേ ചെയ്യുന്നത് അല്ലെ? അപ്പോ കസ്റ്റമർ ഇവിടെ വരുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്ന GST എന്ന് പറയുന്നതിനെ നമ്മൾ ഔട്ട്പുട്ട് GST എന്ന് വിളിക്കും. That means GST on sale and GST on expenses or purchases. Okay, so അങ്ങനെയും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇൻപുട്ട് GST, ഔട്ട്പുട്ട് GST ക്ലിയർ ആണല്ലോ? റീറ്റെയിലർ ഒരു ഐറ്റം പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് അതിനെ നമ്മൾ ഇൻപുട്ട് GST എന്ന് വിളിക്കുന്നു. റീറ്റെയിലർ തന്നെ ആവണമെന്നില്ല കേട്ടോ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ നമുക്ക് അവിടെ ചിലവാകുന്ന GST-നെ നമ്മൾ ഇൻപുട്ട് GST എന്ന് പറയുന്നു. ആൻഡ് നമ്മൾ അത് വിൽക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് GST എന്ന് പറയുന്നു. ഓക്കെ, വാങ്ങുന്നത് ഇൻപുട്ട് GST, വിൽക്കുമ്പോൾ വരുന്നത് ഔട്ട്പുട്ട് GST. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇനി ഈ GST, ഇൻപുട്ട് GST, ഔട്ട്പുട്ട് GST വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഫസ്റ്റ് ടേം വരുന്നത്, if output GST is more than output GST is greater than input GST. Output GST is greater than input GST. Then the GST നമുക്ക് GST payable എന്നാണ് പറയാ. GST payable. ഇപ്പോൾ കണ്ടീഷൻ എന്താണ്? Output GST is greater than input GST. That means GST payable. Okay, so GST payable നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? GST payable equal to output GST minus input GST. അപ്പോൾ output GST is less than input GST, അല്ലെങ്കിൽ input GST is greater than output GST. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലോ? input GST is greater than output GST. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ്, ഇൻപുട്ട് GST is greater than output GST. അങ്ങനെയാണെങ്കിൽ then the GST നമ്മൾ GST payable എന്നല്ല പറയാ, GST credit. GST credit എന്ന് പറയും. So GST credit ആണെങ്കിൽ no GST to be paid. That means GST credit means no GST to be paid. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം ട്ടോ. Question number 1. Mrs. Salim, a biscuit manufacturer, buys raw goods worth rupees 1,40,000 from different market within the state. GST at 5%. He sold biscuit packet worth rupees 2,10,500 at the rate of 12% GST. Find amount of GST payable by him. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് നോക്കാം. മിസ്സിസ് സലീം എന്ന് പറയുന്നത് ഇവിടെ റീറ്റെയിലർ ആണ് അല്ലെ. മിസ്സിസ് സലീം ഡിഫറെന്റ് മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങുന്നു ആൻഡ് അത് വിൽക്കുന്നു. അത് വിൽക്കുമ്പോൾ നമുക്കറിയാം വാങ്ങിയത് 1,40,000 റുപ്പീസിനാണ് റോ ഗുഡ്സ് വാങ്ങിയത്. ആൻഡ് അത് പ്രൊഡക്റ്റ് ആക്കി വിറ്റപ്പോൾ മിസ്സിസ് സലീമിന് കിട്ടിയത് 2,10,500 റുപ്പീസ് ആണ്. ഓക്കെ, ആൻഡ് വാങ്ങിയപ്പോൾ ചെലവായ GST എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വന്ന GST എന്ന് പറയുന്നത് 5% ആണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് 12% GST ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലർ ഈ രണ്ടല്ല ഹോൾസെയിലറിനും ഹോൾസെയിലർ ഫ്രം ഡിഫറെന്റ് മാർക്കറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. നമുക്ക് കോമൺ ആയിട്ട് ഹോൾസെയിലറിന് എഴുതാം. ആൻഡ് എൻഡിൽ വേണമെങ്കിൽ കസ്റ്റമർ. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ കൊടുത്തത്, ഡിഫറെന്റ് കസ്റ്റമേഴ്സിനായിരിക്കാം കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട് ആണ്, വിറ്റ് കിട്ടിയ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നോക്കാം റോ ഗുഡ്സ് വാങ്ങിയപ്പോൾ നമുക്ക് 1,40,000 ആയിട്ടുള്ളൂ. പക്ഷെ അത് വിറ്റ സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ആക്കി വിറ്റ സമയത്ത് നമുക്ക് 2,10,500 കിട്ടിയിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ആണ് വരുന്നത് അല്ലെ. നമ്മൾ വാങ്ങിയതിനേക്കാളും കൂടുതൽ വിലക്കാണ് വിറ്റതെങ്കിൽ തീർച്ചയായിട്ടും റീറ്റെയിലറിന് എന്തായിരിക്കും, ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് GST പേയബിൾ എന്ന് പറയാം. അപ്പോൾ GST പേയബിൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ GST പേയബിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. GST പേയബിൾ കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഇൻപുട്ട് GST ആൻഡ് ഔട്ട്പുട്ട് GST. സോ ഇൻപുട്ട് GST എവിടെയാ വരാം? ഒരു റീറ്റെയിലർ റോ ഗുഡ്സ് വാങ്ങുന്നിടത്ത് അവിടെ വരുന്നത് ഇൻപുട്ട് GST. ആൻഡ് അത് വിൽക്കുമ്പോൾ പ്രൊഡക്ട്സ് ആക്കി വിൽക്കുന്ന സമയത്ത് അവിടെ വരുന്ന GST-നെയാണ് നമ്മൾ ഔട്ട്പുട്ട് GST എന്ന് പറയാം. സോ നമുക്കറിയാം GST പേയബിൾ എന്ന് പറഞ്ഞ ഫോർമുല ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞിരുന്നു. GST പേയബിൾ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. അങ്ങനെ വരാണെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് GST ഇസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് GST ആയിരിക്കണം. GST പേയബിൾ ആയിരിക്കണമെങ്കിൽ അല്ലെ ഔട്ട്പുട്ട് GST ഇസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് GST. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് GST ഗ്രേറ്റർ ആയിരിക്കും. കാരണം 12% ആണ് GST പെർസെന്റേജ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് GST കാണാമേ. ഔട്ട്പുട്ട് GST, ഹിയർ ഇൻപുട്ട് GST ഒരുമിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഔട്ട്പുട്ട് GST കാണുമ്പോൾ ഏതൊരു എമൗണ്ടിലാണ് കാണേണ്ടി വരിക? വിറ്റിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു എമൗണ്ട് 2,10,500 into 12%, 12/100. And here input GST കാണുമ്പോഴോ 1,40,000 into 5/100. ക്ലിയർ ആണല്ലോ. ആൻഡ് 1,40,000 by 100 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന 7,000 rupees ആണ് കേട്ടോ. നമുക്ക് വരാം 7,000 rupees. ആൻഡ് ഹിയർ നമ്മൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞ നമുക്ക് വാല്യൂ വരുന്നത് 25,260 rupees. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് GSTയും ഇൻപുട്ട് GSTയും കിട്ടി. നോക്കിക്കേ, ഔട്ട്പുട്ട് GST is greater than ഇൻപുട്ട് GST ആണ്. സോ GST പേയബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ. GST പേയബിൾ is equal to 25,260 minus 7,000 rupees. നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് 18,260 rupees. ഇതാണ് GST പേയബിൾ ആയിട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ അല്ലെ.
സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് ഇൻപുട്ട് ജി എസ് ടി ഔട്ട്പുട്ട് ജി എസ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ദെൻ അതിൽ നിന്ന് ജി എസ് ടി പേയബിൾ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം ജി എസ് ടി പേയബിൾ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ജി എസ് ടി ഇസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് ജി എസ് ടി. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം നമുക്ക്. Question number 2. A shoe manufacturer purchases goods worth rupees 90,000 from the market within the state. He sells his product in the neighborhood market for rupees 78,000. If the common rate of GST is 18%, find the GST payable or credit for the above transaction. എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. പോസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കാം, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഹിയർ ഷൂ മാനുഫാക്ചറർ എന്ന് പറയുന്നത് റീറ്റെയിലർ ആണ്. ആൻഡ് ഹി പർച്ചേസസ് raw goods from different market rupees worth 90,000 rupees ആണ് നമുക്ക് വരുന്നത്. ആൻഡ് കോമൺ പെർസെൻറ്റേജ് ഓഫ് ജി എസ് ടി എന്ന് പറയുന്നത് 18 ആണ്. വാങ്ങിയപ്പോഴും വിറ്റപ്പോഴും 18% തന്നെയാണ് നമുക്ക് ജി എസ് ടി വരുന്നത്. ആൻഡ് ഹി സോൾഡ് ദിസ് പ്രൊഡക്റ്റ് അറ്റ് 18% ജി എസ് ടി. ആൻഡ് ടോട്ടൽ നമുക്ക് വരുന്നത് ₹78,000 റുപ്പീസിനാണ് അത് വിട്ടിട്ടുള്ളത്. സോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയുന്ന കാര്യം എന്താണ്, 90,000 എന്ന് പറയുന്നത് നമുക്ക് ചെലവായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് വിറ്റിട്ടുള്ളത് 78,000 റുപ്പീസിനാണ് അല്ലെ. ഹിയർ ഹോൾസെയിലർ ആൻഡ് ഹിയർ കസ്റ്റമർ. നിർബന്ധമില്ലാട്ടോ എഴുതണമെന്ന്, എഴുതിയാൽ നല്ലത്. ആൻഡ് ഇനി ഇവിടെ നമുക്ക് ഇൻപുട്ട് നമ്മൾക്ക് അറിയാം, ഒരു റീറ്റെയിലർ വാങ്ങുന്ന സമയത്ത് അവിടെ വരുന്ന ജി എസ് ടി ഇൻപുട്ട് ജി എസ് ടി, വിൽക്കുന്ന സമയത്ത് വരുന്ന ജി എസ് ടി ഔട്ട്പുട്ട് ജി എസ് ടി. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരിട്ട് കടക്കാം. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്, ജി എസ് ടി പേയബിൾ ഓർ ക്രെഡിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ജി എസ് ടി പേയബിൾ ആണോ ക്രെഡിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ജി എസ് ടിയും ഇൻപുട്ട് ജി എസ് ടിയും പ്രത്യേകം അറിയേണ്ടതുണ്ട് അല്ലെ, സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഇൻപുട്ട് ജി എസ് ടി കണ്ടുപിടിക്കാം. ഇൻപുട്ട് ജി എസ് ടി is equal to എന്ത് വരും, this 90,000 into 18/100. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് വരുന്നത് 90,000 into 18/100 ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്തതിന് ശേഷം ചെയ്തു നോക്കാം, 16,200 റുപ്പീസ് ആണ് നമുക്ക് വരാം. ഇതാണ് നമുക്ക് ഇൻപുട്ട് ജി എസ് ടി വരുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാളും കുറവായിരിക്കും ഔട്ട്പുട്ട് ജി എസ് ടി, കാരണം സെയിം റേറ്റ് ഓഫ് ജി എസ് ടി പെർസെൻറ്റേജ് ആയതുകൊണ്ട് വാല്യൂ എന്ന് പറയുന്നത് 78,000 ആണ്, കുറവാണ്, ഇൻപുട്ടിനേക്കാളും കുറവാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് ജി എസ് ടി is equal to 78,000 into 18/100. നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 14,040 റുപ്പീസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹിയർ ഔട്ട്പുട്ട് ജി എസ് ടി ആൻഡ് ഇൻപുട്ട് ജി എസ് ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനൊന്ന് നോക്കാം. അപ്പൊ ഔട്ട്പുട്ട് ജി എസ് ടി ഓർ ഇൻപുട്ട് ജി എസ് ടി, which one is greater? Here input GST is greater, so നമ്മുടെ condition input GST is greater than output GST. So GST credit. GST credit. So GST credit is equal to input GST minus output GST. 16,200 minus 14,040. Solve ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,160 rupees. Okay, ഇതാണ് GST credit എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടാട്ടോ. വളരെ എളുപ്പമായിരുന്നില്ലേ പ്രോബ്ലം? സോ ഡിഫറെന്റ്, നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്ത് വന്നു, ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ GST പേയബിൾ ആണ് കണ്ടുപിടിച്ചത്, അവിടെ ഔട്ട്പുട്ട് GST is greater than input GST. ഇവിടെ നമുക്ക് GST credit ആണ് കണ്ടുപിടിക്കേണ്ടി വന്നത്, അതായത് input GST is greater than output GST. Then question number 3. The marked price of an article is equal to 9,000 and the rate of GST on it 18%. A shopkeeper buys this article at reduced price and sells it at its marked price. So നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് പിടികിട്ടുന്ന കാര്യം എന്താണ്? Here shopkeeper is a retailer, അല്ലെ?
നമ്മുടെ ഷോപ്പ് കീപ്പർ ഒരു റീറ്റെയിലർ ആണ്, പ്രൊഡക്ട്സ് വാങ്ങുന്നു വിൽക്കുന്നു ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. റെഡ്യൂസ്ഡ് പ്രൈസിനാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അതായത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത്, ഈ ഒരു ആർട്ടിക്കിൾ വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, MP is equal to 9,000. Okay. And GST on it is 18%. 18% GST ആണ് ഇവിടെ നമുക്ക് വരുന്നത്, പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്ത് വരുന്നത്. ആൻഡ് ഇതിന്റെ ഹോൾസെയിലറുടെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല. കാരണം എന്താണ്, റെഡ്യൂസ്ഡ് പ്രൈസിനാണ് വാങ്ങിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 9,000 നിന്ന് നമുക്ക് ഒരു ചെറിയ എമൗണ്ട്, ചെറിയതോ വലുതോ എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. സോ ഹിയർ SP is equal to unknown, that means X എന്ന് നമുക്ക് ഇടാൻ പറ്റും. ആൻഡ് കോസ്റ്റ് പ്രൈസ് is also X, അതായത് ഹോൾസെയിലറിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നെയായിരിക്കും ഷോപ്പ് കീപ്പറിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. If the shopkeeper paid 162 as CGST, so CGST is equal to CGST paid is equal to 162. ഇത് given ആണ്. And find amount of inclusive of GST paid by the shopkeeper. Okay, അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്ന് കൂടിയിട്ടേക്കാം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. ഇവിടെ 18% നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് CGST paid എന്ന് തന്നിട്ടുണ്ട്. CGST paid means intra state transaction ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, വിത്തിൻ ദ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ആ CGST കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ CGST paid ആണെങ്കിൽ SGST is also paid. SGST എത്ര വരും? SGST paid is equal to 162. സോ നമ്മുടെ ടോട്ടൽ GST എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Total GST is equal to എന്ത് വരും? CGST plus SGST. Here 162 plus 162 is equal to 324 rupees. Okay, ഇത് total GST. അതായത് GST paid by the shopkeeper is equal to 324. നമുക്കത് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പോ ഷോപ്കീപ്പർ GST പേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും ഉണ്ടായിരിക്കണം അല്ലെ. ഇൻപുട്ട് GST നമുക്കറിയാം, ഷോപ്കീപ്പർ വാങ്ങുമ്പോൾ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അവിടെ വരുന്നത് ഇൻപുട്ട് GST, പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് അവിടെ വരുന്നത് ഔട്ട്പുട്ട് GST. ഓക്കെ, ഇൻപുട്ട് GSTന്റെ പെർസെന്റേജ് നമുക്ക് തന്നിട്ടുണ്ട് 18% എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അല്ലെ. അപ്പോൾ GST rate of GST on it എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ട് GSTയിലും ഔട്ട്പുട്ട് GSTയിലും നമുക്ക് 18% തന്നെയാണ് GST വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇൻപുട്ട് GST ഔട്ട്പുട്ട് GST നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇൻപുട്ട് GST കാൽക്കുലേറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് GST നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇൻപുട്ട് GST നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഇൻപുട്ട് GST is equal to എന്ത് വരും നമുക്ക്? 18% of this X അല്ലെ. SP or cost price നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. കോസ്റ്റ് പ്രൈസ് 18% of cost price of shopkeeper or 18% of SP of wholesaler. ക്ലിയർ ആണല്ലോ. അപ്പൊ 18% of CP എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ 18% of 18/100 into CPX ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് output GST is equal to 18% of എത്ര വരാം? കോസ്റ്റ് പ്രൈസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ കസ്റ്റമറുടെ കോസ്റ്റ് പ്രൈസ് നമ്മൾ മാർക്കറ്റ് പ്രൈസിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ കസ്റ്റമറുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹിയർ കോസ്റ്റ് പ്രൈസ് is equal to 9,000 അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷോപ്പ് കീപ്പർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? നമുക്ക് SP is equal to 9,000. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 9,000 റുപ്പീസിലാണ്, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് കസ്റ്റമർ. കോസ്റ്റ് പ്രൈസ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത് CP ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത് എത്രയാണ്? 9,000. അപ്പൊ 18/100 into 9,000. ഓക്കെ, ഇനി GST paid നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. GST payable നമുക്കറിയാം ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. തീർച്ചയായിട്ടും GST പേയബിൾ തന്നെയാണ് വരാം. കാരണം എന്തായത് നമ്മൾ റെഡ്യൂസ്ഡ് പ്രൈസിന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ്
വില കൂട്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ഉള്ള കേസസിൽ എല്ലാത്തിലും നമുക്ക് GST പേയബിൾ ആണ് കേട്ടോ വരാം. GST പേയബിൾ is equal to output GST minus input GST നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോ 18%, അതായത് 18/100 into X, അതാണ് സോറി X അല്ല 9000, അതാണ് ഔട്ട്പുട്ട് GST ട്ടോ. ഫോർമുലയിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുക. 18/100 into 9000 minus 18/100 into X. Here 18/100 is common. So 18/100 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 9000 minus X. ഈ ഒരു GST പേയബിൾ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. GST paid is equal to 324 rupees ആണ് വരുന്നത്. 324 rupees. Here 324. So നമുക്ക് ഇവിടെ 324 എന്ന് ഇടാം. And solve this. Okay. Solve ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്യാം. എന്നിട്ട് ചെയ്ത് നോക്കാം ട്ടോ. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് 18/100 ഈക്വൽ ടു അപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഈക്വൽ ടുന്റെ അടുത്തേക്ക് എടുക്കുന്ന സമയത്ത് റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് 9000 minus X is equal to 324 into 100/18. Okay. നമുക്കറിയാം 18 into 18 എന്ന് പറയുന്നത് 324 ആണ്. സോ കട്ട് ചെയ്യാം, 18 വരും. 1800 rupees ആണ് വരുന്നത് ഇത്. ഓക്കെ. ആൻഡ് 1800 rupees നമുക്ക് X ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ minus X is equal to 1800 minus 9000. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് minus 7200 rupees. ഓക്കെ. ദെൻ രണ്ടിടത്തും മൈനസ് ഉണ്ട്. -x rupees ആണ്. നമുക്ക് ഒരിക്കലും മൈനസ് വരില്ല. മൈനസ് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു അപ്പുറത്ത് ഇപ്പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം കേട്ടോ. അപ്പൊ x is equal to നമുക്ക് വന്നു 7200 rupees. That means selling price of wholesaler or cost price of shopkeeper നമുക്ക് കിട്ടി 7200. ഇത് മാത്രം പോരാ. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് amount inclusive of GST paid by shopkeeper. അതായത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ GST കൂടി പേ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ GST എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ഇൻപുട്ട് GST എന്ന് പറയുന്നത് എന്താണ്? 18/100 into X അല്ലെ. അത് ചെയ്യണം. ഇൻപുട്ട് GST is equal to 18/100 into 7200. അപ്പൊ നമുക്ക് 18 into 7 വരും. ആ വാല്യൂ വരുന്നത് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കും. അപ്പൊ 18 into 72 ആണ് വരുന്നത്. 18 into 72 നമ്മൾ ചെയ്യുന്ന സമയത്ത് 1296 rupees. 1296 rupees. ഇതാണ് നമുക്ക് ഇൻപുട്ട് GST വരാം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂസീവ് ഓഫ് GST എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്. ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ നെറ്റ് ബിൽ വിത്ത് GST on with GST is equal to എന്ത് ചെയ്യണം? 7200 rupeesന്റെ കൂടെ 1296 കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 8496 rupees. ഓക്കെ, ഇതാണ് ആൻസർ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചു ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. For a trader, marked price of a refrigerator is equal to 15,680 rupees, inclusive of GST, at the rate of 12% on the market price. Gagan, a customer for this refrigerator, asked the trader to reduce the market price of the refrigerator to such an extent that its reduced price plus GST on it is equal to the market price of the refrigerator. Find the required reduction. എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രേഡർ ഗഗന് കൊടുത്ത റെഡ്യൂസ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്യുക. ട്രേഡർ ഗഗനാണ് നമ്മുടെ കസ്റ്റമർ. ട്രേഡറും ഗഗനും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോ MP പ്ലസ് GST എന്ന് പറയുന്നത്, അതായത് ഇൻക്ലൂഡിംഗ് GST എന്ന് പറയുന്നത് 15,680 rupees ആണ് നമുക്ക് വരുന്നത്. ആൻഡ് 12% GST ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലെ. ഗഗൻ, എ കസ്റ്റമർ ഫോർ ദിസ് റെഫ്രിജറേറ്റർ, ആസ്ക്സ് ദ ട്രേഡർ ടു റെഡ്യൂസ് ദ മാർക്കറ്റ് പ്രൈസ്.
ഗഗന് റെഡ്യൂസ് ചെയ്ത് കിട്ടി, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഗഗന്. പക്ഷെ ആ ഒരു എമൗണ്ട് നമുക്ക് അറിഞ്ഞൂടാ. റെഡ്യൂസ്ഡ് പ്രൈസ് പക്ഷേ നമുക്ക് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുള്ളത് എന്താണ്? റെഡ്യൂസ്ഡ് പ്രൈസ് പ്ലസ് GST on it is equal to മാർക്ക് പ്രൈസ് ഓഫ് ദ റെഫ്രിജറേറ്റർ. സോ ഈ ഒരു ക്ലൂ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇൻക്ലൂഡിംഗ് GST നമുക്ക് അറിയാം, പക്ഷെ എക്സ്ക്ലൂഡിംഗ് GST അറിയില്ലല്ലോ. സോ എക്സ്ക്ലൂഡിംഗ് GST എന്നത് അൺനോൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് എക്സ് വാല്യൂ ഇട്ട് കൊടുക്കാം. ലെറ്റ് the marked price MP of article without GST or excluding GST is equal to നമ്മൾ എന്ത് പറഞ്ഞു, അൺനോൺ ആയതുകൊണ്ട് എക്സ് റുപ്പീസ് തരാം. ക്ലിയർ ആണല്ലോ. ആൻഡ് നമുക്ക് എന്താ കണക്ഷൻ ഉള്ളത്, എക്സ് പ്ലസ് ദിസ് റുപ്പീസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ് വരാൻ നമുക്ക് അല്ലെ. അപ്പൊ ഈ ഒരു റുപ്പീസിൽ എന്ത് വരും, നമുക്ക് 12% GST അപ്ലൈ ചെയ്യാം അല്ലെ. 12 into 12% of x, 12% of x, this is equal to 15,680. ക്ലിയർ ആണല്ലോ. അപ്പോ x plus 12% എന്ന് പറയുന്നത് x plus 12 by 100 into x is equal to 15,680 rupees. From this നമുക്ക് x സോൾവ് ചെയ്തെടുക്കാം. അതായത് 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100x plus 12x divided by 100 equal to 15,680. From this 112, അതായത് 112x divided by 100 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 15,000 into 680 into 100 ആവും. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ എന്ത് വരും, 15,680 into 100 divided by 112. സോൾവ് ചെയ്യുക, പോസ് ചെയ്ത് വെച്ചതിന് ശേഷം സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 14,000 rupees. ക്ലിയർ ആണല്ലോ. ഇതാണ് MP or marked price of an article excluding GST. From this നമുക്ക് GST കണ്ടുപിടിക്കാം. അതായത് ഇൻക്ലൂഡിംഗ് GST ആയിട്ടുള്ള വാല്യൂ എക്സ്ക്ലൂഡിംഗ് GST നമുക്ക് കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, GST എത്രയുണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്ത GST എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, റെഡ്യൂസ്ഡ് പ്രൈസ് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഗഗന് കിട്ടിയ പ്രൈസ് റെഡ്യൂസ്ഡ് പ്രൈസിലാണ് ഗഗൻ ഈ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിരിക്കുന്നത് അല്ലെ. അപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് എത്രയാണ് നമുക്ക് അറിയില്ല. സോ നമ്മൾ റെഡ്യൂസ്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു y എന്ന് എടുക്കാം. ഓക്കെ, റെഡ്യൂസ്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു y. കാരണം ഇവിടെ x ഓൾറെഡി എടുത്തതുകൊണ്ട്, x എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, x ഓൾറെഡി എടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, y എന്ന് പറഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ടാണ് ഈ ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് പാർട്ടാണ് നമുക്ക് വരുന്നത്, റെഡ്യൂസ്ഡ് പ്രൈസ്. Let a reduced price is equal to y. Then reduced price plus GST is equal to, connection എന്താണ്, reduced price plus GST on it is equal to marked price അല്ലേ. അപ്പോൾ reduced price ആയിട്ടുള്ള y plus GST equal to marked price MP. Clear അല്ലേ. അപ്പോൾ marked price, that means x is equal to എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് എക്സ്ക്ലൂഡിംഗ് GST 14,000 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, y plus 12% of y is equal to 14,000. ക്ലിയർ ആണല്ലോ. നമ്മൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് again നേരത്തെ ചെയ്ത പോലെ തന്നെ y plus 12 by 100 into y സോൾവ് ചെയ്ത് വരുമോ എന്ത് വരും, this is equal to 14,000 ആണ് കേട്ടോ വരാം. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് y യുടെ വാല്യൂ കിട്ടും കേട്ടോ. y നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യാം. നമുക്ക് 112 y divided by 100 is equal to 14,000. From this 112 y is equal to എന്ത് വരും, നമുക്ക് 112 y is equal to 112y is equal to 14,000 into 100.
From this y equal to 14,000 into 100 divided by 112. ചെയ്തു വരുമ്പോൾ ആൻസർ കിട്ടുന്നത് 12,500. ക്ലിയർ ആണല്ലേ? 12,500 rupees ആണ് നമുക്ക് y എന്ന് പറയുന്നത്. y means എന്താണ്? reduced price. Okay. And ഇനിയാണ് നമ്മുടെ third part. ഈ ക്വസ്റ്റ്യനിലെ third part. Required reduction given by trader. Required reduction. എന്ത് ചെയ്യണം നമ്മൾ? മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് റെഡ്യൂസ്ഡ് പ്രൈസ് എത്രത്തോളം റെഡ്യൂസ് ചെയ്ത് കൊടുത്തു എന്നല്ലേ അറിയേണ്ടത്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് നമ്മൾ ഇൻക്ലൂഡിംഗ് GST ആണ്, തെറ്റ് വരുത്തരുത്. ഇൻക്ലൂഡിംഗ് GST എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കാൻ പാടില്ല. എക്സ്ക്ലൂഡിംഗ് GST നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ? അതാണ് നമ്മൾ മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത്. മാർക്ക്ഡ് പ്രൈസ് മൈനസ് റെഡ്യൂസ്ഡ് പ്രൈസ്, അതാണ് റിക്വയർഡ് റിഡക്ഷൻ. മാർക്ക്ഡ് പ്രൈസ് എക്സ്ക്ലൂഡിംഗ് GST. GST minus reduced price. ഇതാണ് നമ്മുടെ ഫോർമുല വരാ ട്ടോ. അപ്പൊ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് അറിയാം 14,000 മൈനസ് 12,500. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് നമുക്ക് 1,500 rupees. 1,500 rupees ആണ് ഗഗന് ഈ ട്രേഡർ റെഡ്യൂസ് ചെയ്ത് കൊടുത്തത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഇതും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മുന്നേ ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് നോക്കി ചെയ്തു നോക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 5. A registered dealer purchased garments worth rupees 2,50,000 from a manufacturer in the same state. ആദ്യം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യാണ് കേട്ടോ. ഒരു രജിസ്റ്റേർഡ് ഡീലർ ഉണ്ട്. രജിസ്റ്റേർഡ് ഡീലർ some goods or garments purchase ചെയ്തിരിക്കുകയാണ്. ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഗാർമെന്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നു. ആൻഡ് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്? 2,50,000. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് retailer or this registered dealer is equal to 2,50,000 rupees. Okay, that means here manufacturer or wholesaler, here selling price എത്ര വരും? Same 2,50,000. Okay, next statement ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, the value of his supplies in interstate transaction. ഒരു കാര്യം കൂടി നമ്മൾ മുന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നു. In the same state. Same state means എന്താണ്? Intra-state transaction ആണ് വരുന്നത്. Intra means within the state. That means here രണ്ട് type GSTs ആണ് നമുക്ക് വരാ. CGST plus SGST. Clear ആണല്ലോ? And second statement, the value of his supplies in interstate transaction. അതായത് interstate means വേറെ സ്റ്റേറ്റിലോട്ടും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ ഗാർമെന്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുമ്പോൾ, അതായത് ടാക്സ് വരുന്നത് IGST ആണ്. അവിടെ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് ദിസ് ഡീലർ ഓർ ദിസ് രജിസ്ട്രേഡ് ഡീലർ സപ്ലൈ ചെയ്തിരിക്കുന്നത് റുപ്പീസ്, അതായത് ഇവിടെ കസ്റ്റമർ ആണ് കേട്ടോ വരാം, റുപ്പീസ് 30,000. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹിയർ 30,000. ആൻഡ് ഇവിടത്തെ ഈ ഒരു കസ്റ്റമർക്ക് കൊടുത്തത്, അതായത് ഇന്റർസ്റ്റേറ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഓഫ് ദിസ് ഡീലർ ഇസ് ഈക്വൽ ടു 30,000. ഓക്കെ, 3,000, 30,000. ക്ലിയർ അല്ലേ? ആൻഡ് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഹി സോൾഡ് ദ റിമൈനിങ് സ്റ്റോക്ക് ഫോർ 2,60,000 വിത്തിൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ബാക്കി വന്ന സ്റ്റോക്ക്, അതായത് 2,50,000 വാങ്ങിയതിൽ 30,000 ആണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി വന്ന 2,60,000, ഓക്കെ, 2,60,000 ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. അതായത് വരുന്ന GST എന്താണ്? ഇൻട്രാ സ്റ്റേറ്റ്. ഓക്കെ, ഹിയർ IGST വന്നാൽ ഇവിടെ എന്ത് വരും? CGST plus SGST. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് CGST plus SGST.
കാരണം എന്താണ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് കേട്ടോ, അതുകൊണ്ട്. അപ്പോ ഇവിടെ വന്നിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 2,60,000 നമ്മൾ കൊടുക്കുന്നത്. അത് തന്നെയായിരിക്കും ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഹിയർ ഇസ് ഓൾസോ കസ്റ്റമർ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 2,60,000. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ. അടുത്തത് ഫൈൻഡ് നെറ്റ് IGST. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കൂ. ഫൈൻഡ് നെറ്റ് IGST, CGST and SGST payable by him if the GST percentage rate എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 12% is common. എല്ലായിടത്തും നമുക്ക് 12% GST ആണ് വരുന്നത് കേട്ടോ. അപ്പൊ GST percentage is equal to 12. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് IGST, CGST, SGST payable by him കണ്ടുപിടിക്കണം അല്ലേ? payable by this registered dealer. Here നമുക്കറിയാം രജിസ്റ്റർഡ് ഡീലർ വാങ്ങിയപ്പോൾ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഗാർമെന്റ്സ് വാങ്ങുമ്പോൾ അവിടെ വരുന്ന GST എന്താണ്? ഇൻപുട്ട് GST. ഇൻപുട്ട് GST. ആൻഡ് ഈ രണ്ട് പ്ലേസസിലും നമുക്ക് ഔട്ട്പുട്ട് GST ആണ് വരാൻ. കാരണം എന്താണ്? രജിസ്റ്റർഡ് ഡീലർ അത് വിൽക്കുമ്പോൾ നമുക്ക് വരുന്നത് ഔട്ട്പുട്ട് GST ആണ്. ഓക്കെ, നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് GST പേയബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പേയബിൾ GST എന്ന് പറയുന്നത് എന്താണ്? GST പേയബിൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിരുന്നു. പേയബിൾ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. ക്ലിയർ ആണല്ലോ? ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. ഇനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലെ? ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ് ആണ്. ഇൻപുട്ട് ടാക്സ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇൻപുട്ട് ടാക്സ് ഓർ ഇൻപുട്ട് GST എന്ന് നമുക്ക് എഴുതാം. ഇൻപുട്ട് GST is equal to എങ്ങനെ കാണാം നമ്മള്? 12% of എന്ത് വരും? this SP or this CP. that means റീറ്റെയിലറിന്റെ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് ഡീലറിന്റെ കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിന്റെ സെല്ലിംഗ് പ്രൈസിലോ ആണ് നമ്മൾ ഇൻപുട്ട് GST കാണേണ്ടത്. that means 2,50,000 ആണ് ആ ഒരു എമൗണ്ട് നമുക്ക് വരാം. ക്ലിയർ അല്ലേ? അപ്പോൾ 12% ഓഫ് this എന്ന് പറയുന്നത് എന്താണ്? 12 divided by 100 into 2,50,000. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 30,000 ആണ് കേട്ടോ. 30,000 റുപ്പീസ്. ഇതാണ് ഇൻപുട്ട് GST വരെ. അപ്പൊ ഇൻപുട്ട് GSTയിൽ നമുക്ക് വേറെ ഒരുപാടൊന്നും ചെയ്യാനില്ല, ആകെ കൂടി ഇത്രയും കണ്ടുപിടിക്കാനുള്ളൂ. പക്ഷെ ഔട്ട്പുട്ട് GST നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്ഥലത്ത് ഔട്ട്പുട്ട് IGST ഉണ്ട്, അതുപോലെ തന്നെ CGST, SGST ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST ഏതൊക്കെ GST ഉണ്ട്? ഫസ്റ്റ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്, അതായത് IGST കണ്ടുപിടിക്കണം. IGST is equal to 12% of IGST ട്രാൻസാക്ഷനിൽ എത്രയാണ് വന്നിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് 30,000 ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പോൾ 12% of 30,000 എന്ന് പറയുന്നത് 12 by 100 into 30,000. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 into 300 ചെയ്യുമ്പോൾ 3,600 rupees ആണ് കേട്ടോ വരാം. 3,600 rupees. IGST കിട്ടി. കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയുണ്ട്? CGST കാണണം, SGST കാണണം. അപ്പോൾ നമുക്കറിയാം CGST, SGST വേണമെങ്കിൽ ഒരുമിച്ച് കാണാം. രണ്ടും കൂടി 12% ഇട്ട് കാണാം. ഞാനിവിടെ സെപ്പറേറ്റ് കാണിക്കാൻ കേട്ടോ. കാരണം എന്താണ്? CGST, SGST നമ്മളോട് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ CGST എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെർസെന്റേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12% എന്ന് പറയുമ്പോൾ CGST കാണുമ്പോൾ നമ്മൾ എത്ര പെർസെന്റേജ് എടുക്കണം? 12 by 2, that means 6%. 6% ഓഫ് ഏത് പ്രൈസ് എടുക്കേണ്ടത്? കോസ്റ്റ് പ്രൈസ് ഓഫ് കസ്റ്റമർ അല്ലെ? അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് രജിസ്റ്റേർഡ് ഡീലർ. അത് രണ്ടും ഏതാ വരുന്നത്? രണ്ടും നമുക്ക് 2,60,000 ആണ് വരാം. അപ്പൊ 6% ഓഫ് 2,60,000 കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ 6 by 100 into 2,60,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ വരുന്നത്
15,600 rupees. Okay, ഇതേ സെയിം ആണ് നമുക്ക് എന്തിലും വരാം, SGST യിലും വരാം. SGST is equal to 6% of this amount. പിന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. is equal to 15,600 rupees. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് IGST കിട്ടി, CGST കിട്ടി, SGST കിട്ടി. ഇനി here IGST എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. 3,600, അതായത് ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഔട്ട്പുട്ട് GST മാത്രമാണ് IGST വരുന്നുള്ളൂ. അപ്പൊ IGST വാല്യൂല് വ്യത്യാസം വരില്ല. പക്ഷെ CGST നമുക്ക് ഔട്ട്പുട്ടും ഉണ്ട് ഇൻപുട്ടിലും ഉണ്ട് അല്ലെ. അപ്പൊ GST പേയബിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫൈനൽ ആൻസറിൽ GST പേയബിൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, GST പേയബിൾ is equal to ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. അപ്പൊ ഔട്ട്പുട്ടും ഇൻപുട്ടും ഉള്ളിടത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യണം കേട്ടോ. അപ്പൊ ഹിയർ CGST നോക്കാം, CGST ഔട്ട്പുട്ട് GST എത്രയാ വരുന്നത്, CGST 15,600 മൈനസ് ഇൻപുട്ടില് നമുക്ക് CGST നമ്മൾ ഒരുമിച്ചാണ് കണ്ടുവച്ചിരിക്കുന്നത്, 12% of 2,50,000 അല്ലെ, ഒരുമിച്ചാണ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് GST 15,000 ആയിട്ട് നമുക്ക് CGSTയും SGST എഴുതാൻ പറ്റും. CGST is equal to 30,000 by 2, that means 15,000. അതുപോലെ തന്നെ SGST is also 15,000. അപ്പൊ ഞാനിവിടെ ഒരുമിച്ചാണ് ചെയ്തത് കേട്ടോ. 12% of 2,50,000 കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമിച്ച് 30,000 എന്ന് കിട്ടിയത്. അതല്ല സെപ്പറേറ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ CGST SGST പറഞ്ഞ് 6% എടുത്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് 15,000 കിട്ടിയാണ്. അപ്പൊ ഫൈനൽ ഇങ്ങനെ കണ്ടിട്ട് സ്പ്ലിറ്റ് ചെയ്താലും മതിയെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് CGST ഇൻപുട്ട് GST വരുന്നത് 15,000 ആണ്. ഇൻപുട്ട് CGST വരുന്നത് 15,000 ആണ്. സോ നമുക്ക് എത്ര വരും, 15,600 minus 15,000 is equal to 600. ആൻഡ് SGST നമുക്ക് വരുന്നത് SGST is also same 15,600 മൈനസ് ഇൻപുട്ടില് SGST എത്ര വരും, സെയിം 15,000. സോ നമുക്ക് 600 തന്നെ വരും കേട്ടോ. ആൻഡ് IGST ഞാൻ പറഞ്ഞല്ലോ, ഇൻപുട്ടില് നമുക്ക് IGST ഇല്ലാത്തത് കൊണ്ട് IGST വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. IGST is equal to 3,600 rupees. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു പ്രാവശ്യം മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അധികം ഇല്ല ടെക്സ്റ്റ് ബുക്കിൽ. അതായത് രണ്ട് ട്രാൻസാക്ഷൻ വരുന്നത്, റീറ്റെയിലർ അല്ലെങ്കിൽ നമ്മള് ഇവിടുത്തെ രജിസ്റ്റേർഡ് ഡീലർ. ഓക്കെ, രജിസ്റ്റേർഡ് ഡീലർ രണ്ടു പേർക്കായിട്ട് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൽ അധികം കാണാൻ പറ്റില്ല. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം കേട്ടോ, നല്ലതാണ്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. Question number 6. The market price of an article is ₹6,000. A wholesaler sells it to a dealer at 20% discount. The dealer further sells the article to a customer at a discount of 10% on the market price. If the rate of GST at each stage is 18%, find the amount of tax under GST paid by the dealer to the government. മറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഹോൾസെയിലർ വേണം, റീറ്റെയിലർ വേണം ആൻഡ് കസ്റ്റമർ വേണം. നമ്മള് ഹിയർ റീറ്റെയിലർ, ഹിയർ ഹോൾസെയിലർ ആൻഡ് കസ്റ്റമർ. റീറ്റെയിലർ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 6,000 ആണ്. അതായത് MP എന്ന് പറയുന്നത് 6,000 rupees ആണ് കേട്ടോ. A wholesaler sells it to a dealer at 20% discount. Here 20% discount കൊടുക്കാണ്. Okay, 20% discount. Wholesaler 20% discount കൊടുക്കാണ് retailer. The dealer further sells the article to a customer at a discount of 10%. So ഈ ഒരു ഡീലർ അല്ലെങ്കിൽ റീറ്റെയിലർ ഇത് വിൽക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് 10% ഡിസ്കൗണ്ട്, അതായത് ഒരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. 20% ഡിസ്കൗണ്ട് കിട്ടിയത്
റീറ്റെയിലർ എന്ത് ചെയ്യുന്നു 10% ഡിസ്കൗണ്ടിന് കൊടുക്കുന്നു. ഇഫ് ദ റേറ്റ് ഓഫ് GST ഈച്ച് സ്റ്റേറ്റ് നമുക്ക് റേറ്റ് ഓഫ് GST വരുന്നത് 18%. ഫൈൻഡ് ദ amount ഓഫ് ടാക്സ് paid by the dealer to the government. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ഫ്രം ഹോൾസെയിലർ ടു റീറ്റെയിലർ ഹിയർ. അതായത് ഹോൾസെയിലറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം, അറിയില്ല അല്ലേ? അപ്പൊ ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഹോൾസെയിലറിന്റെ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ഹോൾസെയിലർ. ഓക്കെ, എങ്ങനെ ചെയ്യാം നമുക്ക്? 6000 ആണ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുള്ളത്. പക്ഷെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? 6000 മൈനസ് 20/100 ഇൻറ്റു 6000. ഇതൊരു മെത്തേഡ് കേട്ടോ. ഇതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ വേറൊരു മെത്തേഡ് ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? 6000 ഇൻറ്റു ഡിസ്കൗണ്ട് ആണ് 20%. അപ്പൊ 100ൽ നിന്ന് 20 മൈനസ് ചെയ്യാം. അപ്പൊ 80 വരും. 80/100. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ 86 are 48. 4,800 rupees. ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഓഫ്. ഹിയർ നമുക്ക് അറിയില്ലായിരുന്നു 4,800 rupees ആണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് റീറ്റെയിലർ. കോസ്റ്റ് പ്രൈസ് ഓഫ് റീറ്റെയിലർ എന്ന് പറയുന്നത് എത്രയാണ്? 4,800 rupees. ആൻഡ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയോ? ഇല്ല, വീണ്ടും കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് ഓഫ് റീറ്റെയിലർ. റീറ്റെയിലർ is equal to എന്താണ്? ഏത് പ്രൈസിലാണ് എടുക്കാതെ? 4,800ന് 10% ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് 4,800 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? 100 മൈനസ് 10. അപ്പൊ 90/100. ക്ലിയർ ആണല്ലോ? നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് 48 ഇൻറ്റു 90 വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് 5,400 rupees. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇനി ഹിയർ SP എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 5,400 റീറ്റെയിലറിന്റെ. സോ ദിസ് SP ആണ് കസ്റ്റമറിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5,400. ഇനി നമുക്ക് ഇൻപുട്ട് GST ഔട്ട്പുട്ട് GST കണ്ടുപിടിക്കാലോ. ഹിയർ ഇൻപുട്ട് GST, ഹിയർ ഔട്ട്പുട്ട് GST. അപ്പോ ഇൻപുട്ട് GST കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻപുട്ടിൽ നമുക്ക് എത്ര റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയത്? കോസ്റ്റ് പ്രൈസ് എത്രയാ? 4,800 അല്ലേ? 4,800 into GST percentage 18/100. Okay, 4,800 into 18/100 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 864 rupees ആണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് GST ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് GST കാണണം. ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് GST കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് GST കോസ്റ്റ് പ്രൈസ്, കസ്റ്റമറിന്റെ കോസ്റ്റ് പ്രൈസ് എടുക്കാം. അതായത് 5,400 into 18/100. ഓക്കെ, സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 972 is equal to 972. Here output GST is greater than input GST അല്ലേ? Output GST is greater than input GST. So GST payable. GST payable is equal to എന്ത് വരും? Output GST minus input GST. Clear അല്ലേ? ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത് 972 മൈനസ് 864. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 108 ആണ് കേട്ടോ വരുന്നത്. 108 rupees ആണ് നമുക്ക് വരുന്നത്. അപ്പൊ amount of tax paid by this dealer is equal to 108 rupees. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഈ ഒരു 6 പ്രോബ്ലംസ്, ഈ ക്ലാസ്സിലെ 6 പ്രോബ്ലംസും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു 3 പ്രോബ്ലംസ് അല്ലേ, കുറച്ച് പ്രോബ്ലംസ് മാത്രം ചെയ്തതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് മാക്സിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത് 4 മാർക്ക് ഓർ 3 മാർക്ക്. അതാണ് നമ്മുടെ ICSE പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാം. അപ്പൊ ആ ഒരു മാർക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും കേട്ടോ. ആൻഡ് താങ്ക്സ്
ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.